അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡ്രീം ഗേൾ HD മേക്ക് ഓവർ സലോണിലെ ഓണറായ പ്രിയ മാമും വേറെ ടീം മെമ്പേഴ്സും ആണുള്ളത്. ഹായ്, ഹലോ. ഹായ്, വെൽക്കം. സുഖാണോ? നമുക്ക് പ്രിയ മാമിനെ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ബാക്കി ടീം മെമ്പേഴ്സിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. പേരും ഡീറ്റെയിൽസും ഇവർക്ക് പല ബ്രാഞ്ചസിലെ ഓരോ മെമ്പേഴ്സ്. അപ്പം ഏത് സലോണിലെ ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ആറ്റിങ്ങൽ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ആറ്റിങ്ങൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് ഹൈസ്കൂളിന് ഫ്രണ്ടിലായിട്ടാണ് ബ്രാഞ്ച് വരുന്നത്. ഓക്കെ. എത്ര നാളായി അവിടെ? 1 ഇയറിന് മേളിലായി വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല അല്ലേ? ഓക്കെ. അടുത്ത ആളുടെ എൻ്റെ പേര് ദീപ. ഞാനിപ്പം റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ്. നമ്മൾ പുതിയ ഷോപ്പ് എറണാകുളം ജംഗ്ഷനിൽ തുടങ്ങിയിട്ടുണ്ട്. തമ്മനത്താണ് ഷോപ്പ് വരുന്നത്. അപ്പം അങ്ങോട്ടും മാറിയാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. അടുത്ത എൻ്റെ പേര് നൗഷിയ. കോട്ടയത്ത് സ്റ്റാഫാണ്. 2 ഇയറായി അവിടെ വർക്ക് ചെയ്യുന്നത്. ഷോപ്പ് വരുന്നത് കോഴിക്കോട് സ്റ്റേഡിയം എന്ന് പറയും. ഓക്കെ. എൻ്റെ പേര് നേഹ മനോസ്. ഞാൻ കോട്ടയത്തെ സ്റ്റാഫാണ്. കോട്ടയം പോർമ കവല. ഓക്കെ. അപ്പം മെജോറിറ്റിയും കോട്ടയത്തുള്ള ആൾക്കാർ. എല്ലാവരും, അതായത് നമ്മുടെ മെയിൻ ബ്രാഞ്ച് വരുന്ന കോട്ടയത്താണ്. ഇവരെല്ലാവരും ഈ ഒരു മേഖലയിലുള്ളവരല്ല. ബ്യൂട്ടീഷ്യൻ പഠിച്ചവരും ഉണ്ട്, പഠിക്കാത്തവരും ഉണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ ഇതിലേക്ക് വന്നു. അതെന്താണ് എക്സ്റ്റൻഷൻ, എന്താണ് ഹെയർ, എന്താണെന്നുള്ളതെല്ലാം പഠിച്ച് എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എൻ്റെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷമാണ് ഇവരെല്ലാം ഈ 5 ഷോപ്പിലേക്കും. നിങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി ഐഡിയ? നമുക്ക് ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് എൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ഫീൽഡ് അല്ല. ഞാൻ ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കോഴ്സായിട്ട് അത് കോഴ്സായിട്ട് പഠിച്ചതായിരുന്നു. നമ്മളവിടെ കോഴിക്കോട് ഷോപ്പ് എടുത്തതും ഒരു പാർലർ ബേസിലല്ല, എക്സ്റ്റൻഷൻ ഒരു റൂം അത്രേ ഉള്ളൂ. ചേച്ചി അവിടെ വന്ന് ചെയ്തുകൊണ്ട് പോയതായിരുന്നു. പിന്നെ ഈ നമ്മൾ വരുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും സ്മൂത്തനിങ് വേണം, ഐബ്രോ വേണം, ഫേഷ്യൽ വേണം. അപ്പൊ പിന്നെ ചേച്ചി ഒരു ബ്യൂട്ടീഷ്യന് വേണം ഹൈലൈറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയതാണ് ഇങ്ങനെ ലോഗോ ഉണ്ടെന്നും മുടി വെക്കുന്നുണ്ടെന്നുള്ളത് അറിയുന്നത്. അപ്പൊ പിന്നെ ചേച്ചി അത് ക്ലാസ് എടുത്ത് തന്നു, പഠിച്ചു. ഇപ്പൊ പക്ക അൽഹംദുലില്ലാ പഠിച്ചതിന്റെ സഹായം കൊണ്ട് 1 ഇയറായി. മെയ് 1 ആയപ്പോൾ 1 ഇയർ പൂർത്തിയായി. എല്ലാ കാര്യങ്ങളും ആളാണ്. ഞാൻ തന്നെ ചെയ്തിട്ട് ഓൾ ഇൻ ഓൾ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളിപ്പം സലോണിൽ ഏകദേശം എല്ലാവരും ഒരു 1 ഇയർ അടുത്തായല്ലോ വർക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങളൊരു ബാക്കി സലോൺസിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു രീതിയിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ എന്താണ് പ്രിയ മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു എല്ലാവർക്കും അതിലൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തത്? ഫീൽ ചെയ്യാന്ന് വെച്ചാല് ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഓണർ ആയിട്ടല്ല നമ്മളെ കൂടെ നിൽക്കുന്നത്. എൻ്റെ എല്ലാവരും കാര്യം അവരൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയാന്നുണ്ടെങ്കിൽ എനിക്കൊരു ചേച്ചിയാണ്, സിസ്റ്റർ പോലെ തന്നെ എല്ലാ കാര്യം. അല്ല ഓണറായിട്ട് കട്ടൻഡറായിട്ട് അത് വേണം, കട്ടൻഡറായിട്ട് ചീത്ത പറയും. പറയില്ലെന്നല്ല, അത് നമ്മളെന്തെങ്കിലും തെറ്റായിട്ട് വർക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിലേ വന്നാൽ, കസ്റ്റമർ ഇമ്പോർട്ടൻറ്റ്, കസ്റ്റമർ ടൈം ഇമ്പോർട്ടൻറ്റ്, അതിലെന്തെങ്കിലും ഡിലേ വന്നാൽ ആര് പറയാന്നല്ലാണ്ട് എല്ലാം ഒക്കെയാണ്. വേറെ സലോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈമിംഗ് ഇല്ല, നമുക്ക് ഫോണിൽ കളിക്കാം, ഫ്രീ ആണ്. പക്ഷേ കസ്റ്റമർ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന കസ്റ്റമർക്ക് ഫാമിലി പോലെയാണ്. അത് എവിടെ നമ്മളെ കസ്റ്റമേഴ്സിനെ എവിടെ വെച്ച് അന്വേഷിച്ചാലും അവർ പറയും പക്ക ഫാമിലി പോലെയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഫാത്തിമനെ സംബന്ധിച്ചോളം ഏകദേശം ഒരു 1.5 വർഷത്തോളം അല്ലേ പഠിത്തത്തിനായിട്ട് വേസ്റ്റ് ചെയ്ത് ഒന്നും നിന്നിട്ടുണ്ട്. 1.5 വർഷമായിട്ട് ആളെ പേയ്മെൻറ്റ് കൊടുത്താണ് ആൾ പഠിക്കാൻ പോയത്. പക്ഷെ ഒന്നും തന്നെ പഠിപ്പിച്ചില്ല. അതിനുശേഷം ആൾക്ക് ഈ ഫീൽഡിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളെ ഇത് കണ്ട് എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, എനിക്ക് ട്രെയിനി ആയിട്ട് തന്നെ മതി എന്നാണ് പറഞ്ഞാൽ വന്നത്. പക്ഷേ 1 മന്തിലൂടെ തന്നെ അവളുടെ ആ ഒരു ഇൻട്രസ്റ്റഡും ആ ഒരു സർവീസും ചെയ്യാൻ ടാലൻറ്റും ഉണ്ട്. ഫസ്റ്റ് മന്ത് തന്നെ നമ്മൾ സ്റ്റാഫായിട്ട് അപ്പോയിൻമെൻറ്റ്. അപ്പം അങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരു സ്റ്റാർട്ട് വരണത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫേസിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കോഴ്സ് പഠിച്ചതിന് ശേഷം കവർ ചെയ്തതാണോ അതോ ഇവിടെ? ഞാൻ എൻ്റെ കൂടെ 1 മാസം കംപ്ലീറ്റ് എൻ്റെ കൂടെ നിന്നതിന് ശേഷം ഇവർ വർക്ക് ചെയ്യുമ്പം ഞാൻ കൂടെ ഉണ്ട്. ഞാൻ കൂടെ നേതൃത്വത്തിൽ ഞാൻ കൂടെ നിന്നിട്ടാണ്, നേരിട്ടൊരിക്കലും ഞാനില്ലാതെ അല്ല കസ്റ്റമർ കൊടുക്കുന്നത് ചെയ്തു. ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ ഇപ്പം കണ്ടാൽ ഒരു ചെറിയ പിള്ളേർ, പ്രായം കുറവാണല്ലോ നിങ്ങൾക്ക്.
അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളെ സൊസൈറ്റിയിൽ ഒരു മിത്ത് ഉണ്ടല്ലോ, ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു നെഗറ്റീവ് സൈഡ്. ഇപ്പം റിലീജിയൻ വൈസ് ആണെങ്കിൽ നോക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ഇതിൽ അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പം അല്ലാണ്ട് പോലും ഫാമിലീസിൽ ചെറിയ ഏജിൽ പിള്ളേർ പോകുന്നതിൽ ഫാമിലീസിലും റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. അപ്പം നിങ്ങളൊക്കെ ചെറിയ പിള്ളേരായതുകൊണ്ട് എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരാനുള്ള ഒരു സ്ട്രഗിൾ ചെയ്ത് വന്നവരാണോ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത്? ഓൾമോസ്റ്റ് അല്ല അല്ല അല്ല. ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വന്നത്. കാരണം വെച്ചാല് ഫാമിലി ബേസിലാണ്. എന്റെ ഉമ്മ വെള്ളത്തിന് സപ്പോർട്ടാണ്. ഈ ഒരു ഫീൽഡ് അറിയാലോ അതെ, അതെ, നമ്മൾ അതെ. മുസ്ലിമിന്റെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ നൈറ്റിൽ പോകുന്നതും ഈ ഒക്കെ ഒക്കെ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഓക്കെയാണ്, നമുക്ക് ക്യാഷ് ആണല്ലോ മുഖ്യം. പൈസ വരുമ്പോ പൈസ വരുമ്പോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ എങ്ങനെ? സത്യം പറയുന്നത് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടേ ഇല്ല. എറണാകുളം. ചേച്ചിന്റെ കൂടെ എറണാകുളം മാത്രല്ല, നമ്മള് അവിടെ ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ചേച്ചിയാണ് എനിക്ക് എല്ലാ ബ്രാഞ്ചിലും എല്ലാരെയും ഇറങ്ങാം, കൊണ്ട് ഇറങ്ങാം, നമുക്ക് എന്തിനും ഇറങ്ങാം. ധൈര്യമായിട്ട് ഇറങ്ങാം. ധൈര്യത്തിന് ഒരാളെ ആവശ്യമില്ല എന്നുള്ള മനസ്സിലായത് ചേച്ചിന്റെ കൂടെ. സത്യം, അത് പൊക്കി പറയുന്നല്ല, സീരിയസ് ആയിട്ട് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ല, നമുക്ക് ബോൾഡായി കുറച്ചും ബോൾഡായി. കൂടെ. എല്ലാ 5 ജില്ലയിലും 5 ഷോപ്പിലും സ്റ്റാഫുകൾ എല്ലാരെയും കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഞാൻ ചെയ്യണ്ടെന്നുള്ളത് മനസ്സിലായി. Okay. കാരണം നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങാണ്. ചേച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചി വലിയ ക്യാഷുള്ള ടീമില് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതല്ല. ചേച്ചിയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ എത്തിയത്. അതുകൊണ്ട് നിങ്ങളെ ഫീലിങ്സ് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാവും. അറിയാൻ പറ്റും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മളെ കൈ എന്താ ചിന്തിക്കാന്ന് വെച്ചാല് ഒരു 5 ലക്ഷം വേണം. അയ്യോ, അത് ഇപ്പൊ ഞാൻ 8 അതെങ്ങനെ തിരിച്ചു വരൂലേ, വേണോ വേണ്ട, പ്രോഫിറ്റ് കിട്ടുമോ? കിട്ടൂല നമ്മള് ഞാൻ ചിന്തിക്കൂ. പക്ഷെ ചേച്ചി അങ്ങനെ ഇറങ്ങും. പക്ഷെ മാഷാഅല്ലാഹ് സക്സസ് ആണ്. എന്തിലും ഇറങ്ങിയാലും അത് വെച്ചിട്ട് കയറ്റത്തിലേക്ക് പോയിട്ടുള്ളൂ. അത് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ സ്റ്റാഫും ആണ് നമ്മുടെ ഒരിതെന്ന് പറയുന്നത്. അവരെ വിശ്വസിച്ച് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇവൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അത് നമുക്ക് ഇതിലേക്ക് വരാൻ. സ്വന്തം സലൂൺ ആയിട്ട് കണ്ടിട്ടാണ് തീർച്ചയായിട്ടും. കോഴിക്കോട് ചേച്ചി വരാറില്ല, ഞാൻ വേറൊരു സ്റ്റാഫും ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ചേച്ചി എന്തെങ്കിലും എന്താണെങ്കിലും മാത്രം ചേച്ചി വരുന്നുള്ളൂ. നിങ്ങൾ പറയുമെന്ന് ചോദിച്ചേ എങ്ങനെയാ? ആളെ ഇവരെയൊക്കെ സംബന്ധിച്ചോളം വന്ന് നമ്മുടെ സലൂണിൽ വന്നപ്പോൾ ആദ്യം ഒരു ഇതായിരുന്നല്ലേ, ആദ്യം ഒരു 2 ദിവസം മുമ്പ് അയ്യോ ചെറിയ പാർലറല്ലേ വേണ്ട, നമുക്ക് വലിയ സലൂണിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി. അവർ പോയി നോക്കിയപ്പോഴത്തേന് മനസ്സിലായി അവിടെയൊക്കെ പക്ക ഒരു എന്താ പറയുക, വരിക വെക്കുക, ഒരു ആക്ഷനിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചെടുത്ത് എനിക്ക് ഓക്കെ ആയാൽ, എനിക്ക് ഓക്കെ ആണ്, ഞാൻ ആദ്യം എൻ്റെ ഹെയറിൽ പരീക്ഷിക്കും. എൻ്റെ ഹെയർ എനിക്കത് കംഫർട്ടബിൾ ആണ്, കസ്റ്റമർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് കണ്ടാൽ മാത്രമാണ് നമ്മളൊരു വർക്കിലേക്ക് അവർ കൊടുക്കുന്നത്. അപ്പം പോയിട്ട് തിരിച്ചു വന്നവരാണ് ഈ 2 പേര്. വലിയ സലൂണിൽ പോയി. അപ്പം നിങ്ങൾ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ 2 പേരും പോയി വേറെ സലൂണിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് വേറെ സലൂണിൽ നിന്ന് നമ്മള് ഭയങ്കര സ്ട്രിക്റ്റ് ആ. ചേച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എല്ലാ കാര്യം എനിക്ക് ചേച്ചിയുടെ ഓപ്പൺ ആയിട്ട് പറയാം. അത് ചേച്ചി എന്നോട് സൊല്യൂഷൻ എനിക്ക് തരുന്നു 100% ഉറപ്പുണ്ട്. എല്ലാ കാര്യത്തിലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഇപ്പം നമ്മൾ പുറത്ത് വേറൊരു സലൂണിൽ വർക്ക് ചെയ്തവർക്ക് അപ്പം അവിടെ കൊടുക്കുന്ന സർവീസും നമ്മളെ ഈ സലൂണിൽ കൊടുക്കുന്ന സർവീസും തമ്മിൽ എന്താ ഡിഫറൻസ് ഫീൽ ചെയ്തത്? അഫോർഡബിൾ റേറ്റ് ആണ്. അതേ പ്രൊസീജറും അതേ പ്രൊഡക്റ്റും തന്നെ യൂസ് ചെയ്യുന്നു, പക്ഷെ അഫോർഡബിൾ റേറ്റ് കൊടുക്കും. അപ്പോൾ ഇപ്പം ചേച്ചിയായിട്ട് നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ഞാൻ ചോദിച്ചൊരു ഡൗട്ടാണ്, ഇത്രയും അഫോർഡബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുമല്ലോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും അതേ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇനീഷ്യലി? എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചെറിയ റേറ്റിൽ ഓഫേഴ്സ് കൊടുക്കുമ്പോൾ തട്ടിപ്പാണെന്ന്. പക്ഷെ ഇല്ലാന്ന് പറഞ്ഞില്ല, ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ പക്ക ജെന്യൂനായിട്ട് ഞാനൊക്കെ കസ്റ്റമർ, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഷോപ്പാണ്, നമ്മൾ ഈ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും വലിയ, ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞങ്ങൾ വലുതായിരുന്നു പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സർവീസ് അടിപൊളി. വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറയും ചെറുതാണെങ്കിലും പക്കയാണ് സർവീസ് നല്ല. കാരണം പ്രൊഡക്റ്റ് കാര്യം മുന്നിൽ നിന്ന് നമ്മളെടുത്ത് കാണിക്കും. ഒരു സ്മൂത്തനിങ് ആണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും. പിന്നെ മെയിൻ നമുക്ക് എക്സ്റ്റൻഷൻ ആണല്ലോ. എക്സ്റ്റൻഷൻ ആണെങ്കിലും ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വരും. ഒരുപാട് പേര് ഇപ്പം ദീപയാണെങ്കിൽ പോലും ആദ്യമായിട്ടൊക്കെ ചെയ്ത സമയത്തൊക്കെ അവർ എന്താ പറയുക അനുഗ്രഹിച്ച് ഒരു എന്താ പറയുക ഒരു കൂടുതലും ഞാൻ ചെയ്യുന്നത് ഹെയർ എക്സ്റ്റൻഷൻ. കാര്യം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പാർലറിൽ ചെയ്യുന്നത്
മൈക്രോറിങ്ങും LW ചെയ്യുന്നത്. ഞാൻ അത് രണ്ടുമാണ് ഇപ്പൊ കാര്യം. അത്ര അഡിക്റ്റ് ആയിപ്പോയി. വേറെ ഫേഷ്യലോ സ്മൂത്തനിങ്ങും ഒന്നും വേണ്ട. അത് അവള് പറഞ്ഞ സത്യാണ്. നമുക്ക് ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു പോയി. ഞാൻ full extension. എന്താണ് അതിന്റെ ഒരു നിങ്ങൾ ഈ പറയുന്ന ഒരു അത് കസ്റ്റമറുടെ എല്ലാരും ചെയ്യുന്ന ഫേഷ്യലും ചെയ്യും, ബോട്ടോക്സ് ഒക്കെ ഓരോന്നും ചെയ്യുന്ന. പക്ഷെ ഹെയർ ഇല്ലാതെ വരുന്നവരുടെ ബുദ്ധിമുട്ട് അത് ശരിക്കും അവര് നമ്മളെ എന്തോ ദൈവത്തെ പോലെ സത്യം പറഞ്ഞ കാണുന്നത്. കാര്യം അതിന്റെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഹെയർ ആണല്ലോ നമുക്ക് മെയിൻ. വർക്കിന് വരുമ്പോ എന്താ വർക്ക് എക്സ്റ്റൻഷൻ, അപ്പൊ അവര് ഡീറ്റെയിൽസ് ചോദിക്കുക, എത്രയാ റേറ്റ്, എങ്ങനെയാ മോളെ വെക്കുക, അപ്പൊ നമ്പർ കൂടെ വരുന്നവർ പോലും എവിടെ ചെന്നാലും വന്നത് ചെയ്തിട്ട് ഒരു ഭയങ്കര ഒരു ഹെയർ വെക്കുന്ന ആളാണോ അങ്ങനെയാണോ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഇത്. നിങ്ങളിൽ ആരെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടോ? നിലവിൽ ഞാൻ പക്ഷെ അത് എക്സ്റ്റൻഷൻ ആണെന്ന് ഫീൽ ചെയ്തതിൽ ഇപ്പം ഏറ്റവും എന്നെ സംബന്ധിച്ച് അപ്ഡേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചേച്ചിയാണ് ആദ്യം പറഞ്ഞല്ലോ, ചേച്ചിയാണ് ആദ്യം തലയിൽ വെക്കുക, എന്നിട്ട് കസ്റ്റമേഴ്സ് എല്ലാം പരീക്ഷിച്ചു നോക്കും. തീർച്ചയായിട്ടും അതും പരീക്ഷിക്കുന്ന ഇവര് തന്നെയാണ്, പിള്ളേരെ ഇവര് തന്നെയാണ്. ഒരു കസ്റ്റമർക്ക് അത് കംഫർട്ട് ആണോ എല്ലാം നോക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചിന് അത് ആരും ചെയ്യില്ല. ഒരുപാട് എക്സ്റ്റൻഷൻ സെന്ററുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഹെയറിൽ ആരും ചെയ്യത്തില്ല. ചേച്ചി എല്ലാം ചേച്ചിയുടെ തലയിൽ പരീക്ഷിച്ചിട്ട് ഓക്കെ ആണ് മാത്രം കസ്റ്റമേഴ്സിലേക്ക്. ഇതിപ്പം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെ കൊണ്ട് തന്നെയല്ല, ഏറ്റവും ലേസ്റ്റ് ആയിട്ട് വന്ന ആളെ കൊണ്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം അവർക്കറിയണം ഇത് എനിക്ക് വെച്ചാൽ ഇല്ലിപ്പം അവർക്ക് തന്നെയാണ് തിരിച്ചു വെച്ചാൽ എന്താണ് കസ്റ്റമറുടെ പെയിന്, ഒരു സർവീസിൻ്റെ ടൈമിൽ എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് കസ്റ്റമറെ അടുത്തറിഞ്ഞ് അവർക്കൊരു ഓൾറെഡി നമ്മുടെ ഈ എക്സ്റ്റൻഷൻ മേഖലയിൽ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഉള്ള മുടിയും കൂടെ പോകും, ഇല്ല ഇത് വെച്ചാൽ കുളിക്കാൻ മേല, എല്ലാം ഒരിക്കലും ഇല്ല. ഇങ്ങനൊരു അതായത് നമ്മൾ ഈ ഡൗട്ട് കൊണ്ടാണ് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നത്. വെച്ച് കഴിയുമ്പോൾ ചോദിക്കും, അയ്യോ ഇതൊന്നും വെച്ചത് വെയിറ്റ് ഇല്ലല്ലോ, ഇതൊന്നും അറിയുന്നില്ലല്ലോ, അങ്ങനല്ലല്ലോ പറഞ്ഞത്. അതായത് നെഗറ്റീവാണോ ഏറ്റവും കൂടുതൽ സ്പ്രെഡാണ്. അതിന് തീർച്ചയായിട്ടും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയ സമയത്തൊക്കെ വെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് പോലെ തല വെച്ചിട്ട് കുളിക്കാൻ വയ്യ, ചെട കിട്ടും. അത് ഇപ്പൊ റീസെന്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു സെലിബ്രിറ്റിക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അവർക്ക് അത് ബുദ്ധിമുട്ടുള്ള. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് കസ്റ്റമർക്ക്. അതിന്റെ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഷോപ്പിൽ വരുമ്പം 5 ഷോപ്പിലാണെങ്കിലും ഇവരോട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, 5 സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾ സർവീസുകൾ തിരഞ്ഞെടുക്കുക. മൈക്രോ റിങ് വേണ്ടവർക്ക് മൈക്രോ റിങ്, ഇൻവിസിബിൾ വേണ്ടവർക്ക് ഇൻവിസിബിൾ, വെഫ്റ്റ് വേണമെങ്കിൽ വെഫ്റ്റ്, ഇപ്പം ഏറ്റവും ഇതാണ് സ്കാൽപ്പിൽ പ്രോബ്ലം ഫെദറൊക്കെ. അപ്പോൾ അത് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതൊരു 3 മാസം അപ്പം മേ ബി അമ്മയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അമ്മയ്ക്ക് അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ സ്കാൽപ്പിലേക്ക് ഇവിടെ സ്കാൽപ്പ് ഇല്ലാത്തവരാണ് ഇപ്പം എല്ലാവരും. ഓക്കെ, അപ്പം ശരിക്കും ഇപ്പം നിങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് അല്ലേ സലോണിൽ വർക്ക് ചെയ്തത്. അപ്പം നമുക്ക് ആക്ച്വലി 3 ഇയേഴ്സ് പ്രമാണിച്ചിട്ട് ഈ ഫാമിലി വലുതാക്കാനൊരു പ്ലാൻ ഉണ്ട് അല്ലേ? എല്ലാ ബ്രാഞ്ചിലേക്കും നമ്മൾ ഓരോ ആൾക്കാർ ഇവരെ പോലെ തന്നെ എഫേർട്ട് എടുത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് മാമിന് ജെനുവൻ ആയിട്ട് തോന്നുന്ന ആൾക്കാരെ നമ്മളെ സലൂണിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അവിടെ നിന്ന് തന്നെ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ തന്നെ ശരിക്കും ഇവരെല്ലാവരും ഈ 5 പേരും ഇവർ അത്രയും പേരും അങ്ങനെ തന്നെ വന്ന് ഇപ്പൊ സ്റ്റാഫായിട്ട് ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടില്ല എന്നാണ് അല്ലെ, അതിന് ഇവര് ഗ്യാരണ്ടി എന്നുള്ളതാണ് പറയണത്. അപ്പം താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത്രയും ഒരു ഫാമിലി പോലെ നിങ്ങൾ ഒരു സലൂൺ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ സന്തോഷം. ആൻഡ് വിൽ സി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡ്രീം ഗേൾ HD മേക്ക് യുവർ സ്റ്റുഡിയോ.